നട്ടെല്ലുള്ളവർ, നിലപാടുള്ളവർ, നിർഭയത്വമുള്ളവർ വന്നു കഴിഞ്ഞാൽ മാറേണ്ടത് മാറുക തന്നെ ചെയ്യും. നോക്കൂ, ചില പള്ളികളിലെ ഇമാമിയങ്ങൾ അവർ അവരുടെ കാര്യം മാത്രം നോക്കി അവരുടെ ജോലികൾ ചെയ്തു പോകുന്ന പ്രവണതയാണ്. എന്നാൽ മറ്റു ചില ഇമാമിയങ്ങൾ നട്ടെല്ലോടുകൂടി, നിർഭയത്വത്തോടുകൂടി, ആരെയും ഭയക്കാതെ അവരുടെ നിലപാടുകൾ, അവരുടെ ദീൻ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള നിരവധി മതപണ്ഡിതന്മാരെ നമ്മുടെ കേരളത്തിൽ കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു മതപണ്ഡിതനാണ് കുമ്മനം നിസാമുദ്ദീൻ അസരി ഉസ്താദ്. നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഭീമാപള്ളി മഹലിലാണ്. അവിടുത്തെ ഇമാമാണ് അദ്ദേഹം. അദ്ദേഹം വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു മാറ്റം അദ്ദേഹം അവിടെ നടത്തുകയാണ്. നമുക്കറിയാം, ഭീമാപള്ളിയിൽ അവിടെ അടങ്ങിയിരിക്കുന്ന മഹത്തുക്കളുടെ ആണ്ട് നേർച്ചയെന്നോണം വർഷാവർഷം ഉറൂസ് നടത്തി വരാറുണ്ട്. ആ ഉറൂസിന്റെ ഭാഗമായി കാണുന്ന ഒന്നാണ് ചന്ദനക്കുടം എന്ന് പറയുന്നത്. അതായത് ഒരു കുടം, ആ ഒരു കുടത്തിന് മുകളിൽ 2 തിരി കത്തിച്ചു വെച്ച് അതിങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ ചന്ദനക്കുടം എന്നൊക്കെ പറയുന്നത്. പൈസ കൊടുത്ത് ആ കുടം വാങ്ങിയിട്ട് തങ്ങളുടെ ആഗ്രഹം എന്താണോ ആഗ്രഹം നിറവേറാൻ വേണ്ടി ഇത്തരത്തിൽ ഈ ആളുകൾ പള്ളിക്ക് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ കുടം തലയിൽ വെച്ച് പോകുന്നവർ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഏറ്റവും കൂടുതലും കാണുവാൻ സാധിക്കുന്നത് അന്യമതസ്ഥരായ ആളുകളെയാണ്. നോക്കി, ഈ ലോകത്ത് നമുക്ക് തവാഫ് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിപാവനമായ പരിശുദ്ധ കാബയിൽ മാത്രമാണ്. അവിടെ മാത്രമേ ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ തവാഫ് ചെയ്യാൻ പാടുള്ളൂ. അത്തരത്തിൽ ആ പരിശുദ്ധ കാബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന ആ രീതിയിലാണ് ഇത്തരത്തിൽ ഈ പള്ളിക്ക് ചുറ്റും ഇങ്ങനെ ആളുകൾ ഈ ഒരു കുടവും തലയിൽ ഏന്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്കത് അനാചാരമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അതിനെ അനുകൂലിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്താവനയും ഒരു വാക്കുകളും സുന്നത്ത് ജമാഅത്തിലെ പണ്ഡിതന്മാരിൽ നിന്നും ഇതുവരെയും ഉണ്ടായിട്ടുമില്ല. അവരെല്ലാവരും ശക്തമായി ഇതിനെ എതിർക്കുന്നവരാണ്. പക്ഷെ കാലാകാലങ്ങളായി ഇത്തരമൊരു അനാചാരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെതിരെ ശബ്ദിക്കാൻ, പ്രതികരിക്കാൻ ഇതുവരെ കടന്നുപോയ ഭീമാപള്ളിയിലെ ഒരു ഇമാമിങ്ങളും തയ്യാറായില്ല എന്നുള്ളതാണ്. അവിടെയാണ് കുമ്മനം നിസാമുദ്ദീൻ അസരി ഉസ്താദിൻ്റെ ആ ഒരു മനോധൈര്യം, അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാര സമയത്ത് അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ശക്തമായി പ്രതികരിച്ചു. ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിലെ ഭരണകർത്താക്കളെയും അതുപോലെ അവിടുത്തെ മഹൽ നിവാസികളെയും എല്ലാവരെയും മുൻപിലിരുത്തിക്കൊണ്ടാണ് ചന്ദനക്കുടം എന്ന് പറയുന്ന അനാചാരത്തെക്കുറിച്ച് അദ്ദേഹം ശക്തമായി പ്രതികരിച്ചത്. ഈ ചന്ദനക്കുടം എന്ന പേര് നിങ്ങൾ നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ, ഇതെല്ലാം അനാചാരങ്ങളാണ്, ഇതൊക്കെ നിർത്തലാക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ശക്തമായി പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. വളരെ എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ആദ്യ വർഷത്തിനാകുന്ന ഉറൂസ് കൂടിയായിരുന്നു. ഈ ആകെ നമുക്ക് ഒന്നുകൂടി മാറ്റി പറ്റുള്ളൂ. നിർബന്ധമായത് മാറ്റം. ഞാനൊരു ചർച്ച ചെയ്തപ്പോൾ പറയുന്നത്, പരിപാലനം പറയുന്നത് ജനങ്ങളോട് കൂടി വിശാദം ചെയ്യണം. അത് ചോദിക്കണം. കാരണം നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ സമ്മതിക്കുന്നില്ല എന്നാണ്. കുടം ഒഴിവാക്കുന്നതിന് പരിപൂർണമായി സമ്മതമുള്ള ആളുകൾ കൈവത്തിക്കണം. ബാക്കി കുറച്ച് പേർ പകുതി സമ്മതം കച്ചവടം ഒന്നുകൂടി കൈവത്തി കുടം പൂർണ്ണമായി ഒഴിവാക്കി ഈ പൂർണ്ണമായി സ്വീകരിക്കാൻ. ചിലർ മനസ്സിലാക്കുന്നത്, എന്നോട് തന്നെ ചിലർ പങ്കുവച്ചു, സാധാരണ മുസ്ലിങ്ങളായ ആളുകൾ ഒന്ന് കൊണ്ടെടുത്തോട്ടെ, ഈ കുടത്തിൽ എന്താ ഉള്ളത് ആദ്യം ചോദിക്കാം. എന്താണ് ചില ചന്ദ്രൻ എടുത്തുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല, വെള്ളം ഊതിച്ചു. അതിനകത്ത് 2 കൈ അങ്ങോട്ട് കുടം വെച്ച് ഇതിനെ മൂടി കെട്ടിയിട്ട് മാമൂടി കെട്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ട് പള്ളി കൊണ്ട് താമസിക്കാം. ഏറ്റവും വലിയ തെറ്റല്ലേ സഹോദരൻ. നമുക്ക് അരി കിട്ടുന്ന വരുമാനം വേണ്ട. ഭീമാപള്ളിക്ക് അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട. അത് ഹറാമാണ്. അത് തടസ്സം വെച്ചിട്ട് അത് നിശ്ചിതാണ്. ഞാൻ നിങ്ങൾ വളരെ സ്നേഹത്തിൽ പറയും, നമുക്ക് ഇതിനേക്കാൾ വലിയ ഉണ്ടാവും. നിങ്ങൾ മംഗളത്ത് മടവൂരടക്കമുള്ള കേരളത്തിൽ തന്നെ പ്രസിദ്ധമായ മഹാബലി എത്ര സാധീകൾ, സുഹാകൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഈ സമസ്തയിലെ പണ്ഡിതന്മാരടക്കം, ദർശനിക പണ്ഡിതന്മാരടക്കം വളരെ റാഹത്തായി കൊണ്ട് സിയാറത്ത് ചെയ്യാം. നമ്മൾ ഒരിക്കലും അനാചാരങ്ങളിലേക്കും അവിശ്വാസങ്ങളിലേക്കും ഇറങ്ങിയിരിക്കരുത്. അതെങ്ങനെയോ നമ്മുടെ കയ്യിൽ കിടത്തിട്ടുള്ളൂ. അത് നമ്മൾ പാടിയേ ഒഴിവാക്കണം. കച്ചവടം വേണ്ട. ശക്തമായി ഞാൻ ചുമക്കാൻ പറയുന്നത്, ഇത് ഈ പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് പറയാനും എന്നെ കൊണ്ട് വരില്ല. ഉള്ള കാര്യം തുറന്ന് നേരെ അതാണ് എന്റെ ഒരു സ്റ്റൈൽ. അള്ളാഹുള്ള സാധീകൾ ചിലപ്പോൾ കാരണം ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കണം. ഇത് പറയാനാണ് സുന്നത്തമായത്. ഇത് സുന്നികളുടെ കയ്യിൽ നിങ്ങൾ ആരും കെട്ടിവെക്കാൻ ശ്രമിക്കട്ടെ. ആരും നിങ്ങൾ ആരും ഇതിന് ശക്തം കൊടുത്തില്ല. ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദുമാരാകട്ടെ, ഇവിടെ ഈ മഹല്ലത്തിലുള്ള ആയിരക്കണക്കിന് ഉലമാക്കളാകട്ടെ, ആരുടെ ഫത്വയിൽ നിങ്ങൾക്ക് നേടാം. സദസ്സിലെ പണ്ഡിതന്മാരോട് നേടാം, ഉലമാക്കളോട് നേടാം. എല്ലാവരും ഈ വിഷയത്തിൽ ശക്തമായി എതിർപ്പാണ്. നിർബന്ധമായി ഒഴിവാക്കണം. അത് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ പിന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരും വരുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് പരസ്യമായിട്ട് എല്ലാവരും ഓക്കെ ആണോ കൈകൊണ്ട് ചോദിച്ചത്. അതാകുമ്പോൾ സാധീകൾ ഒഴിവാക്കണം. അത് ഒഴിവാക്കേണ്ട മറ്റുള്ള പരിപാടികൾ നടത്തിയോ? ഖുർആൻ കൊണ്ടുവരും, ദിക്ർ കൊണ്ടുവരും, മൗലൂദ് കൊണ്ടുവരും, റാത്തീബ് കൊണ്ടുവരും. അൽഹംദുലില്ലാഹ് അതൊക്കെ വളരെ സന്തോഷകരമായി മുന്നോട്ട് ദീനിയായ ചിന്തയിൽ നമ്മൾ മുന്നേറണം. ഇതാണ് ഏറ്റവും വലിയ ഇസ്സത്ത്. ഇതിലൂടെ കിട്ടുന്നതാണ് പണം നമുക്ക് ഹലാലല്ല. അത് മുസ്ലിങ്ങളൊക്കെ ചെയ്തോണ്ട് ഉസ്താദേ അത് പറ്റൂല. കണ്ണ് നമുക്ക് ഹറാമാണ്. ആണല്ലേ? ഹറാമാണ്. അത് മുസ്ലിമായ മനുഷ്യനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഹറാമായി അവരെ ജീവിക്കുക. അപ്പൊ അയാൾ ചെയ്തോട്ടെ, അയാൾ തലേ വെച്ചിട്ട് തവാഫ് ചെയ്തോട്ടെ. കാബയ്ക്കല്ലേ തവാഫുണ്ട്, നമ്മുടെ പള്ളിയിലെ തവാഫുണ്ട്. ആരും ഒരാൾ ചെയ്തു വെച്ചു, ആരും ഒരാൾ തുടങ്ങി വെച്ചു. അതില്ലാതെ ആരും ചെയ്യുന്ന ഉസ്താദേ നമ്മളെ നിൽക്കുന്നില്ല എന്ന് പറയുന്നില്ല. ആ കച്ചവടം ഇതിന്റെ പരിസരത്ത് പാടില്ല. ബാക്കി എല്ലാ കച്ചവടത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ.
ഇത് ഒഴിവാക്കണം നിർബന്ധമായി. അറിവില്ലാത്തവരോട് പലരും അങ്ങനെ റൈവലിയായി ചെയ്തു പോയിട്ടുണ്ട്. അതിനെ കുറ്റപ്പെടുത്തല്ല, ഇനി അത് ഒഴിവാണ്ടാവാം. അതിനെക്കുറിച്ച് അനൗൺസ്മെന്റ് ആണ് ഇത് ജുമാക്ക് നൽകുന്നത്. നിർബന്ധമായി നിങ്ങൾ അത് ശ്രദ്ധിക്കണം. എന്ത് വില കൊടുത്തും ആ വിഷയം നിങ്ങൾ പരിപൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഈ ഒരു റൂൾസ് കഴിയുമ്പോൾ കൂടി നമ്മൾ എല്ലാ അനാചാരങ്ങളും ഇതുവരെ നടന്നു. ഇവിടെ ഒരു സിനിമ പാട്ടില്ല, ഇപ്പോഴും ആളുകൾ പറയുന്നത് പ്രകാരമുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇമാമുമാരുടെ പൊരുത്തം നമുക്ക് വേണോ, അവരുടെ മതം വേണോ, അവരുടെ കാവൽ വേണോ, ഇത് പാടുന്നത് മാറ്റം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം എന്ന നിലയിൽ ഈ മിമ്പറിനോടും മെഹ്റാബിനോടും നീതി പുലർത്തിക്കൊണ്ടുള്ള വർത്തമാനമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ സ്നേഹത്തിൽ പറയുകയാണ്, ഇത് എതിരില്ലാതെ നാളെ ദുനിയാവ് കേൾക്കും ആഹ്റവും. ഇതിലൂടെ നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ച് പുറത്തേക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വല്ലാഹി സുബ്ഹാനല്ലാഹി ഗുണം പിടിക്കുന്ന ഈ പൈസയ്ക്ക് ഈ പറഞ്ഞ പുറത്തിന്റെ പരിപാടി നടത്തിയിട്ടാണ് മുഴുകുന്നതെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല. മക്കൾ സാധിയാവില്ല. അതുകൊണ്ട് എന്നോട് നിങ്ങൾ യാതൊരു വെറുപ്പ് വെച്ചിട്ടില്ല. നീ പറയാം ബാക്കിയുള്ള എല്ലാം വെള്ളിയാഴ്ച ജുമയ്ക്ക് നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിനുശേഷം അടുത്ത വെള്ളിയാഴ്ച ജുമയ്ക്ക് ഒരാഴ്ചകൾക്ക് ശേഷം ഈ ഒരു കാര്യത്തിൽ തീരുമാനമായി. ജമാഅത്തിലെ ഭരണകർത്താക്കളും അതോടൊപ്പം ആ മഹലിലെ നല്ലവരായ ജനങ്ങളും എല്ലാവരും ചേർന്ന് ഉസ്താദിൻ്റെ ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുകയും ഇനി മുതൽ ഭീമാപ്പള്ളിയിൽ ചന്ദനക്കുടം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണുണ്ടായത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം. നമ്മളൊരു കാര്യം പാസ്സാക്കി, അൽഹംദുലില്ലാഹ് എല്ലാവരും കൂടി ശ്രദ്ധ ചെലുത്തി അത് ഒഴിവാക്കിയതായിട്ടാണ് കബൂൽ ചെയ്തിരിക്കുമാറാണ്. അതായത് ഓർമ്മയില്ല, കുടത്തിന്റെ പരിപാടി പരിപൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് കബൂൽ ചെയ്തിരിക്കില്ല. ഒരു കാര്യം നമ്മൾ ജമാഅത്ത് ആളുകളോട് പറയുമ്പോൾ അതിന് പൂർണ്ണമായി സഹകരണമാണ്. അത് നമുക്ക് ഇസ്സത്തിന് കാരണമാണ്. അൽഹംദുലില്ലാഹ് നമുക്ക് കബൂൽ ചെയ്തിരിക്കട്ടെ. ഇനി ഇത് പറഞ്ഞ് നമ്മൾ ഇനി ആരും കളിയാക്കി രസിക്കാതെ സോഷ്യൽ മീഡിയയിൽ ആരും പൊതുവരുത്. അത് പറയുമ്പോൾ തന്നെ ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല, അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുകയും വേണം. അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും നമുക്ക് കബൂൽ ചെയ്തിരിക്കട്ടെ. നോക്കൂ, വർഷങ്ങളായി അവിടെ നടന്നു വരുന്ന ഒരു അനാചാരത്തെ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദ് അദ്ദേഹം മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചില ഉസ്താദുമാരും മതപണ്ഡിതന്മാരും അവർ അവരുടെ മാത്രം കാര്യം നോക്കി മുന്നോട്ട് പോകുമ്പോൾ ചില ഉസ്താദുമാർ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മതപണ്ഡിതന്മാർ, അവർ അവരുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. അവർക്കതിന് ഭയമില്ല. കാരണം അവർ പറയുന്നത് ദീനാണ്. നാളെ റബ്ബിൻ്റെ അടുക്കലേക്ക് ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ആ ഒരു ചിന്ത, അതാണ് അതവരെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നത്. നോക്കൂ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല പള്ളികളിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള അനാചാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെതിരെയെല്ലാം കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിലെ മതപണ്ഡിതന്മാർ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളെ മുഖവിലക്കെടുക്കാതെ അതാത് മഹല്ല് കമ്മിറ്റികളിലെ ഭരണാധികാരികളും ആളുകളുമെല്ലാം അവർ അത്തരം അനാചാരങ്ങൾക്ക് പിറകെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നോക്കി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശബ്ദിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത് മതപണ്ഡിതന്മാരുടെ കടമയാണ്, അവരുടെ ബാധ്യതയാണ്. അവരെ കൊണ്ടത് പറഞ്ഞു വയ്ക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കേണ്ടത്, ആ സത്യവും തിന്മയുമൊക്കെ മനസ്സിലാക്കി വേർതിരിച്ചെടുക്കേണ്ടത് അതാത് മഹല്ല് കമ്മിറ്റികളിലെ ഭരണാധികാരികളും അതോടൊപ്പം അവിടുത്തെ ജനങ്ങളുമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെയുള്ള പല അനാചാരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ ബുദ്ധിശൂന്യത കൊണ്ട് ചെയ്തു വയ്ക്കുന്ന ഓരോ കാര്യങ്ങളും അത് വലിയൊരു ആചാരമാണ് എന്ന് കരുതി ഇപ്പോഴും തുടർച്ചയായിക്കൊണ്ട് വർഷങ്ങളായി അത് പിന്തുടർന്നു വരുന്ന ഒരുപാട് അനാചാരങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെല്ലാം നിർത്തലാക്കേണ്ടതുണ്ട്. അത് നിർത്തലാക്കണമെന്നുണ്ടെങ്കിൽ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദ് ചെയ്തതുപോലെ നിർഭയത്വത്തോടുകൂടി, നട്ടിലോടുകൂടി, ആർജവത്തോടുകൂടി ഇത്തരത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച്, ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ശക്തമായി പ്രതികരിച്ച് സംസാരിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.